أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉലമാക്കളെ, സഹപാഠികളെ, ജംഉൽ ജവാമിയുടെ 74ാമത്തെ സബഖ്. ആമാണല്ലോ നമ്മുടെ ചർച്ച. ഇതുവരെ മഅന സംബന്ധമായി വരുന്ന ആമിനെ കുറിച്ചായിരുന്നു ചർച്ചയും അതിന്റെ ഖിലാഫുകളൊക്കെ. ഈ ലഫ്ള് വഴിക്ക് ആമുണ്ടോ അല്ലേ നോക്കാം. വഖദ് യുഅമ്മിമുൽ ലഫ്ളു, ചിലപ്പോൾ ലഫ്ള് എന്താക്കും, ആമാക്കും. അതെവിടെ? ഉറുഫിലായിരിക്കും ആമാക്കുക, വലഅന്നൽക്കല്ല. ഉറുഫിൽ ലഫ്ള് എന്താകും, ആമാക്കും. ഏതുപോലെ? കൽ ഫഹ്വ, ഫഹ്വ പോലെ. ഫഹ്വ എന്ന് പറഞ്ഞാൽ മായനയുടെ മേൽ അറിയിക്കുന്ന ലഫ്ള് പോലെയാണ്. അപ്പോ ഒരു മായനക്ക് മേൽ അറിയിക്കുന്ന ലഫ്ള് എങ്ങനെ ആ ലഫ്ള് ആമാക്കുമല്ലോ എന്നതുപോലെ ലഫ്ള് എന്താക്കും, ഉറുഫിൽ ആമാക്കുന്നതാണ്. ഫഹ്വ എന്ന് പറയുമ്പോൾ അതിന് വ്യാഖ്യാനിക്കുന്നത് ഷാരി പറയുന്നത് ഐ ഫഹ്മൽ മുവാഫഖത്തി, മഫ്ഹൂം മുവാഫഖ എന്ന. മഫ്ഹൂം മുവാഫഖയെ പോലെ, മഫ്ഹൂം മുവാഫഖയുടെ മേൽ അറിയിക്കും പോലെ. ഖിസ്മൈഹി, മഫ്ഹൂം മുവാഫഖയുടെ 2 ഖിസ്മുണ്ട്. അൽ ഔല വൽ മുസാവി. ഔല, മുസാവി, ഇങ്ങനെ 2 ഉണ്ടല്ലോ. ആ മഫ്ഹൂമിന് ഔലയുണ്ട്, മുസാവിയുണ്ട്. ഔലയും മുസാവിയുമായ 2 ഖിസ്മ് കൊണ്ട് തന്നെ മഫ്ഹൂം മുവാഫഖ, ആ മഫ്ഹൂം മുവാഫഖയുടെ മേൽ അറിയിക്കുന്നത് പോലെ. അപ്പൊ മന്ദൂഖിയായ ഒരു മായനാക്കി ലഫ്ള് ഉണ്ടെങ്കിൽ അതേ ലഫ്ള് തന്നെ എന്താക്കുന്നു, മഫ്ഹൂം മുവാഫഖായ മായന കിട്ടും. അപ്പൊ ഇത് 2നെയും ഷാമിലാക്കും. അതാണ് തഅമീം ആമാക്ക എന്ന് പറഞ്ഞത്. അലാ ഖൗലി, ഒരഭിപ്രായം അനുസരിച്ച് അങ്ങനെയാ. ഒരഭിപ്രായം തഖദ്ദമ, അത് മുന്തി പറഞ്ഞു പോയിട്ടുണ്ട് ആ അഭിപ്രായം. അപ്പോ അഭിപ്രായം ലൈഫായ അഭിപ്രായമാണത്. അതായത് മഫ്ഹൂമിനെ പറ്റി ചർച്ച ചെയ്യുന്നിടത്താണത് പോയത്. എന്ന് പറഞ്ഞാൽ മുവാഫഖിന്റെ മേൽ അറിയിക്കുന്ന ലഫ്ളി ഉർഫിയാണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ലഫ്ളി ഉർഫിയാണ് മുവാഫഖിന്റെ മേൽ അറിയിക്കുക എന്ന് ലൈഫായ ഒരു ഖൗലോട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് കൊണ്ടാണ് മഫ്ഹൂം മുവാഫഖയുടെ മേലിൽ എന്താണ് അറിയിക്കുന്നത് പോലെ ഉർഫിൽ ലഫ്ള് ആമാക്കും എന്ന് പറയുന്നത്. നഹ്വു ഫലാ തഖുൽ ലഹുമാ ഉഫിൻ ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ. ഇങ്ങനെ 2 ആയത്താണ് അൽ ആയ. ഈ 2 ആയത്തിൽ ഒരായത്തിന്റെ അർത്ഥം എന്താ? ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, മാതാപിതാക്കളോട് നീ പറയരുത് എന്നാണ്. ഇവിടെ മന്ദൂഖിയായിരിക്കുന്ന മായന പതിമെന്ന് എന്താണ്? എന്ന് പറയുന്നത് ഇതാണ്. ഈ എന്നുള്ളത് പറയുമ്പോൾ അതിന്റെ മഫ്ഹൂം മുവാഫഖയുടെ മേലും ഇത് അറിയിക്കുന്നുണ്ട്. അപ്പൊ എന്താ? മഫ്ഹൂം മുവാഫഖ ഇടങ്ങേറാക്കുന്ന ഒരു കാര്യവും പറയരുത് എന്നർത്ഥം. അപ്പൊ ഉഫ് എന്നുള്ള പദം മന്ദൂഖിയ മായനെ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിന്റെ മഫ്ഹൂം മുവാഫഖയാകുന്ന ഔലവിയത്തും മുസാവിത്തുമായതിനൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ, അനാഥ മക്കളുടെ സ്വത്ത് ഭക്ഷിക്കുന്നവർ. ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് മന്ദൂഖിയ ഒരു മാനിയായിരിക്കെ അതേ ലഫ്ള് എന്താക്കുന്ന ആമാണത്. അതിന്റെ മഫ്ഹൂം മുവാഫഖയായിരിക്കുന്ന മാന എന്താണ്? ഇത്ലാഫാത്ത്, നശിപ്പിക്കുക എന്നാണല്ലോ. അപ്പൊ അതിന്റെ മേലും ഈ ലഫ്ള് അറിയിക്കും. അങ്ങനെയാണ് ഈ ലഫ്ള് ആമാക്കും എന്ന് പറയുന്നത്. ഖീല, പറയപ്പെട്ടിട്ടുണ്ട്. ഉറുഫിൽ തന്നെ പറഞ്ഞത്. നഖലുഹുമാൽ അൽ ഉറുഫു, ഉറുഫ് ഇതിനെ നീക്കി. വലഅന്നൽക്കല്ല, ഉറുഫ് നൽക്കാണ് ഈ പറയുന്നത്. ഉറുഫ് ഈ 2 മാനയും നീക്കി, ഈ 2 ആയത്തിലുള്ള മാനയെ നീക്കി, ലഫ്ളിനെ നീക്കി. ഇലാ തഹരീമി ജമീൽ ഈദാഅത്ത്, ബുദ്ധിമുട്ടാക്കുന്ന ഏതെല്ലാം കാര്യമുണ്ട് അതൊക്കെ നിഷിദ്ധമാണ് എന്നതിലേക്ക് വലാ തഖുൽ ലഹുമാ ഉഫിൻ എന്നതിനെ നീക്കി. പിന്നെ ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ എന്നുള്ളതിന് ഇത്ലാഫാത്തിലേക്കും നീക്കി. അത് ഉറുഫ് നീക്കിയതാണ്. വലഅന്നൽക്ക് വലാ തഖുൽ ലഹുമാ ഉഫിൻ ചെന്നുള്ളൂ, തിന്നുക തന്നെ വലഅന്നൽക്ക്. പക്ഷെ അവിടെ ഉറുഫ് തീരുമാനിക്കുന്നത് ഇത്ലാഫാത്തും ഈദാഅത്തും ഇതൊന്നും പാടില്ല.
എന്നുള്ളതിലേക്കാണ് ഉറുഫ് നീക്കിയത്. അതുകൊണ്ടാണ് ഉറുഫിൽ എന്താകുന്നു ലഫ്ള് ആമാക്കും വളഅൻ നൽകല്ലാം. പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത് കൽ ഫഹ്വ എന്ന മുസന്നിഫ് പറഞ്ഞത്, ഈ ഫഹ്വയെ പറയൽ ഇത്ലാഖുൽ ഫഹ്വ. ഇവിടെ ഫഹ്വ എന്ന് പറഞ്ഞു എന്തിന്റെ മേൽ അലാ മഫ്ഹൂമിൽ മുവാഫഖത്തിൽ ഖിസ്മൈഹി, മഫ്ഹൂമുൽ മുവാഫഖയുടെ ഔല മുസാവി എന്ന് പറയുന്ന രണ്ട് ഖിസ്മുണ്ട്. ആ ഖിസ്മോട് കൂടെയുള്ള മഫ്ഹൂമു മുവാഫഖയുടെ മേലിൽ ഫഹ്വയെ പറഞ്ഞു മുസന്നിഫ്. ഫഹ്വ എന്ന് മുസന്നിഫ് പറഞ്ഞിട്ടുള്ളൂ. ഷാരി എടുത്തത് മഫ്ഹൂമുൽ മുവാഫഖത്തി ബി ഖിസ്മൈഹിൽ ഊല വൽ മുസാവി എന്നാണ് ഷാരി എടുത്തത്. ഷാരി അങ്ങനെ എടുക്കാൻ കാരണം ഈ ഫഹ്വ കൊണ്ട് മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് അതാണ് എന്നാണ്. അപ്പൊ മുസന്നിഫ് അതിന്റെ മേലിൽ ഫഹ്വയെ പറയുക എന്നുള്ളത് ഖിലാഫ മാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതിന് എതിരായ നിലയിൽ. മുമ്പ് പറഞ്ഞത് അങ്ങനെയല്ല, മുമ്പ് പറഞ്ഞ എതിരായ നിലയിലാണ് ഇവിടെ ഫഹ്വയെ പറയുന്നത്. മുമ്പ് എന്തേ പറഞ്ഞു എന്തെന്ന് ഇന്നഹു അന്നഹു, നിശ്ചയമായിട്ടും ഈ ഫഹ്വ എന്ന് പറയുക ലിൽ ഔല മിന്നു, മഫ്ഹൂമിൽ നിന്ന് ഔലയായി വരുമ്പോൾ അതിനാണ് ഫഹ്വ പറയാ എന്നുള്ളതാണ് മുന്തി പറഞ്ഞത്. അതിനെതിരായിക്കൊണ്ടാണ് മുസന്നിഫ് അത് രണ്ടിനെയും കൂടി കൂട്ടി വരുന്ന മഫ്ഹൂം മുവാഫഖക്ക് ഇവിടെ ഫഹ്വ പറഞ്ഞു. ഈ പറച്ചിൽ സ്വഹീഹുൻ ഐളൻ, ഔല എന്നതിന് ഫഹ്വ എന്ന് പറയാൻ പറ്റുമെങ്കിൽ മഫ്ഹൂം മുവാഫഖയുടെ രണ്ട് ഖിസ്മ് എടുത്തുകൊണ്ടുള്ള മഫ്ഹൂം മുവാഫഖക്ക് ഔല പറയൽ ശരിയാണ്. ഏതുപോലെ കമാ മശാ അലൈഹിൽ ബൈളാവിയും, ഇമാം ബൈളാവി അങ്ങനെയാണ് നടന്നു പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ മുസന്നിഫ് ഫഹ്വ പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല. മുമ്പ് ഫഹ്വ ചർച്ച ചെയ്തത് ഔലവിയായ മഫ്ഹൂം മുവാഫഖക്കാണ്. ഔലവ്യത്തായി വരുന്ന മഫ്ഹൂം മുവാഫഖക്ക് എന്ന് പറയും ഫഹ്വ എന്ന് പറയും. അതേ ഫഹ്വ വിട്ടിട്ട് ഇവിടെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് ഖിസ്മും കൂടി കൂടിയിട്ടുള്ള മഫ്ഹൂം മുവാഫഖക്കാണ് ഫഹ്വ പറഞ്ഞത്. അതിന് കുഴപ്പമില്ല, പറ്റും. വഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്നതുപോലെയും ഇവിടെയും എന്താണ് ഉർഫൻ നൽകി എന്താണ് ലഫ്ള് ആമാക്കുന്നുണ്ട്. നഖലഹുൽ ഉർഫു യഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളെ മാതാക്കൾ നിങ്ങളെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിനെ എന്ത് ചെയ്തു? ഉർഫ് നീക്കി. എന്തിൽ നിന്ന്? മിൻ തഹരീമിൽ ഐനി, തടി, ഉമ്മമാരുടെ തടി ഹറാമാക്കുക എന്നതിൽ നിന്ന് നീക്കി ഇലാ തഹരീമി ജമീൽ ഇസ്തിംതാഅതി അൽ മഖ്സൂദത്തി മിനൻ നിസായി, സ്ത്രീകളിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്ന എന്തെല്ലാം സുഖങ്ങളുണ്ടോ അത്തരം സുഖങ്ങൾ മുഴുവനും നിഷിദ്ധമാണ് നിങ്ങളെ മാതാക്കളിൽ നിന്ന് എന്നതിലേക്ക് നീക്കി. അപ്പൊ ഇവിടെ മന്ദൂഖിയായിരിക്കുന്ന ഈ ലഫ്ള് അതിനെയും ഉൾപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ മഫ്ഹൂം മുവാഫഖയായിരിക്കുന്ന ഭാര്യയെയും ഈ ലഫ്ള് ഉൾപ്പെടുത്തുന്നുണ്ട്. ഉർഫൻ നൽകേം മറ്റു സ്ത്രീകളിൽ നിന്ന് ഇസ്തിംതാഅത്തായിട്ട് ഉപയോഗിക്കാൻ സുഖമായി അനുഭവിക്കുന്ന എന്തൊക്കെയാ? ഇതിനാൽ വത്തി, സംയോഗം, മുഖദ്ദിമാത്തി, അതിന്റെ മുന്നോടിയായ ചുംബനങ്ങൾ, പിടിക്കൽ, തൊടുക, അതൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും നിങ്ങളെ മാതാപിതാക്കളോട് പാടില്ല എന്ന്. അപ്പൊ ഇതിനൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഉർഫൻ നൽകി ഈ പറഞ്ഞതിലും ലഫ്ള് എന്താണ് ആമാക്കുന്നുണ്ട്. വസയഅതി, ശേഷം വരുന്നു ഖൗലുൻ, ഒരു വാക്ക്. എന്ത്? ഇന്നഹു മുജ്മലുൻ. ഇവിടെ ഇർരിമത്തു അലൈക്കും ഉമ്മഹാത്തുക്കും എന്ന് പറഞ്ഞത് ആകെ കൂട്ടിയിട്ടുള്ള മുജ്മലാണെന്ന് ശേഷം വരുന്നുണ്ട്. അപ്പൊ ഉർഫൻ നൽകുന്നത് കഴിഞ്ഞു, ലഫ്ള് തഅമീമാക്കുന്നത്. ഇനി ലഫ്ള് ആമാക്കും ഔ അഖിലൻ, അഖിൽ പരമായിട്ടായിരിക്കും. ഉർഫ് കൊണ്ടും കിട്ടൂല, ലഫ്ള് വലുകൊണ്ടും കിട്ടൂല. പിന്നെ എന്തുകൊണ്ടേ കിട്ടുള്ളൂ? അഖിൽ കൊണ്ടേ കിട്ടുള്ളൂ. അതേതുപോലെ ചോദിച്ചാൽ തെർത്തീബിൽ ഹുക്മി അൽ വസ്ഫി, ഹുക്മിനെ വസ്ഫിന്റെ മേലിൽ ക്രമീകരിക്കും പോലെ. അപ്പൊ വസ്ഫ് ഉണ്ടാകുമ്പോഴേ ഹുക്ം ഉണ്ടാകുള്ളൂ. അപ്പൊ അപ്പൊ നിശ്ചയമായിട്ടും ഈ പറയുന്നത് ഈ തെർത്തീബുൽ ഹുക്മി അൽ വസ്ഫി എന്ന് പറഞ്ഞത് യുഫീദു, അത് മനസ്സിലാക്കി തരുന്നത് ഇല്ലിയത്തൽ വസ്ഫിൽ ഹുക്മി, ഹുക്മിന് വസ്ഫ് ഇല്ലത്താവുക എന്നാണ്. അപ്പൊ വസ്ഫ് ഇല്ലത്തായിട്ട് വരും. ആ വസ്ഫ് ഉണ്ടെങ്കിലേ ഹുക്ം ഉണ്ടാകുള്ളൂ. അപ്പൊ ഹുക്ം എന്ന് പറയുന്ന മഅലൂന്റെ വുജൂദിന് ഇല്ലത്ത് വസ്ഫ് ഉണ്ടാവുക. അപ്പൊ വസ്ഫ് ഇല്ലത്താവുക എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നത് കമാസയത്തി ബിൽ ഖിയാസി, ഖിയാസിൽ അത് മനസ്സിലാക്കി പിന്നെ ശേഷം വരുന്നുണ്ട്. ഖിയാസിൽ അങ്ങനെയുള്ളത് പോലെ. അപ്പോ യുഫീദുൽ ഉമൂമ ബിൽ അഖ്ലി, അങ്ങനെ വരുമ്പോൾ ഈ വസ്ഫിന്റെ മേൽ ഹുക്മിനെ തെർത്തീബാക്കുമ്പോൾ അവിടെ ഉമൂമുണ്ട്. ആ ഉമൂമിനെ വസ്ഫിന്റെ മേലുള്ള ഹുക്മിനെ തെർത്തീബ്
ഇതിനെ തർത്തീബ് എന്താ ഉമൂമിനെ മനസ്സിലാക്കി തരുന്നു ബിൽ ആഖില്, ആഖില് കൊണ്ട് മനസ്സിലാക്കിയെടുക്കും. അങ്ങനെ മനസ്സിലാക്കുക. അവിടെ ഉറഫം നൽകൂല്ല, വലഅൻ നൽകൂല്ല. എന്തിന്റെ മേല് ആഖില് കൊണ്ട് അങ്ങനെ തഅമീമിനെ ഉമൂമിനെ മനസ്സിലാക്കുക? അലാ മഅന അന്നഹു കുല്ലമാ വജിദത്തിൽ ഇല്ലത്തു, ഇല്ലത്ത് എത്തിക്കപ്പെടുമ്പോഴെല്ലാം വുജിദൽ മഅലൂലു, മഅലൂൽ എത്തിക്കപ്പെടും. ഇതൊരു മഅനയാണ്, ഇതൊരു ആമാണ്. അപ്പൊ ഏതില്ല അവിടെ ഇല്ലത്തുണ്ടോ അവിടെ മഅലൂലുണ്ട്. ഇതൊരു ആമാണ്. ഇത് ആമാണ് തീരുമാനിക്കുന്നത് ലഫ്ളല്ല, അല്ല വലഅൻ നൽകുള്ള ലഫ്ളല്ല, ഉർഫൻ നൽകുള്ള ലഫ്ളുമല്ല. അഖിലുപരമായിട്ടാണ് ഇവിടെ ലഫ്ള് ഇവിടെ എന്താക്കുന്നത് ഉമൂമുണ്ട് എന്ന് പറയുന്നത്. മിസാലുഹു, അതിനൊരു ഉദാഹരണം അക്രിമിൽ ആലിമ, ആലിമിനെ നീ ബഹുമാനിക്കുക. ഇവിടെ ആലിമു എന്നുള്ള ഈ ലഫ്ള് അലിഫ്ലാം ഉണ്ട് അതിൽ. അപ്പൊ ഈ അലിഫ്ലാമുള്ള ഈ ആലിമി എന്ന് പറയുന്ന ലഫ്ള് ഉമൂമിനെ മനസ്സിലാക്കുന്നുണ്ട്. അത് ഉമൂമിനെ മനസ്സിലാക്കി തരുന്ന അഖില് കൊണ്ട് തീരുമാനിക്കുന്നതാണ്. എപ്പോ ഇദാലം തുജ്അലില്ലാഹു ഫീഹി, അൽ ആലിമു എന്നതിലുള്ള ലാമിനെ ആക്കപ്പെട്ടില്ലെങ്കിൽ, ലിൽ ഉമൂമി, ഉമൂമിന് വേണ്ടി ആക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, വല അഹദ, എത്തരത്തിൽ അഹദിനുമല്ല. അപ്പൊ അഹദിനും അതായിട്ടില്ല, ഉമൂമിനും അതും ആയിട്ടില്ല. ഉമൂമിനാണ് എങ്കിൽ പിന്നെ അത് വലഅൻ നൽകും ഉമൂമായി, അഹദിനാണെങ്കിൽ അത് അഹദുമായി. അവനെ അഖില് കൊണ്ട് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഉമൂമിനുമല്ല അഹദിനുമല്ല എങ്കിൽ അവിടെ തീരുമാനം അപ്പൊ എന്തായിരിക്കും? അഖില് തീരുമാനിക്കുന്നു അൽ ആലിമ എന്നുള്ളത് ആ ലഫ്ള് ഉമൂമിനുള്ളതാണ്. ആലിമായൊക്കെ പെടും അതിന്. ആ ആലിമിനൊക്കെ ബഹുമാനിച്ചോ. അപ്പൊ ആലിമിനെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ജിൻസിലാകും. അപ്പൊ ആലിമിന്റെ വർഗത്തിൽപ്പെട്ടതായി വന്നാൽ ആ ആലിമിനെ ബഹുമാനിക്കണം. അപ്പോൾ ഉമൂമുണ്ടല്ലോ ലഫ്ള്, അത് അഖില് തീരുമാനിക്കുന്നതാണ്. ലഫ്ള് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നൊന്ന് അഖില് പരമായിട്ട് ഉമൂമ് മനസ്സിലാക്കി തരും ലഫ്ള് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഉദാഹരണം ഒക്കെ മഫ്ഹൂമുൽ മുഖാലഫ, മഫ്ഹൂം മുഖാലഫയും പോലെ. അവിടെ അഖില് കൊണ്ടല്ലേ മഫ്ഹൂം മുഖാലഫ കൊണ്ട് തീരുമാനിക്കുക. അത് തന്നെ അലാ ഖൗലിൻ, ഒരു ഖൗലനുസരിച്ച്. തഖദ്ദമ, ആ ഖൗല് മുന്നിൽ പോയിട്ടുണ്ട്, മുമ്പ് പറഞ്ഞൊരു ഖൗലനുസരിച്ച്. അത് മഫ്ഹൂമിനെ പറ്റി ചർച്ച ചെയ്തോടത്താണ് ആ ഖൗല് പോയിട്ടുള്ളത്. അത് തന്നെ മഫ്ഹൂം മുഖാലഫ ആ പറയുന്നത് എന്താണെന്നറിയാമോ? മഫ്ഹൂം മുഖാലഫയുടെ മേലിലും ഈ പറയുന്ന മന്ദൂഖിയായിരിക്കുന്ന ലഫ്ള് ഇവിടെ അറിയിക്കുന്നു എന്നുള്ളത് അഖില് തീരുമാനിക്കുന്ന ഒരു ഖൗലുണ്ട്. അത് ദഈഫായ ഖൗലാണ്. സഹീഹായ അഭിപ്രായം പറഞ്ഞാൽ അഖില് കൊണ്ട് ലഫ്ള് കൊണ്ട് തന്നെ അറിയിക്കുന്നുണ്ട്. ആ മന്ദൂഖിയായ മഅനയുടെ മേൽ അറിയിച്ച അതേ ലഫ്ള് മഫ്ഹൂം മുഖാലഫയുടെ മേൽ അറിയിക്കുന്നുണ്ട് എന്നാണ് സഹീഹ്. കാരണം മുമ്പ് പറഞ്ഞൊരു ഖൗലനുസരിച്ച് മഫ്ഹൂം മുഖാലഫ പോലെ അഖില് തീരുമാനിക്കും ഉമൂമാണെന്ന്. അത് നോക്കുക. എന്താ മുമ്പ് പറഞ്ഞത്? ഇന്ന ദലാലത്തെ ലഫ്ള്, നിശ്ചയമായിട്ടും അവിടെ മന്ദൂഖിയായ മാനയുണ്ട്. ആ മാനയുടെ മേൽ അറിയിക്കുന്ന ആ ലഫ്ളിന്റെ ദലാലത്ത്, എന്തിന്റെ മേല ഈ ദലാലത്ത് ലഫ്ള് അറിയിക്കല്? അലാ അന്ന മാ അദൽ മദ്കൂറ, ഇവിടെ പറയപ്പെട്ടതെന്തോ അത് അല്ലാത്തതിന്റെ മേൽ. എന്ത്? അല അന്നമ, നിശ്ചയമായിട്ട് ഒന്ന്. ആ ഒന്ന് എന്തല്ല? അൽ മദ്കൂറ, ഇവിടെ പറയപ്പെട്ടതല്ല. ഇവിടെ പറയപ്പെടാത്തതായ ഒന്ന്. ബിഖിലാഫി ഹുക്മിഹി, ഇവിടെ പറയപ്പെടാത്തതായ ഒന്ന് ഈ പറയപ്പെട്ട ഹുക്മിനെ നേരെ എതിര് കൊണ്ടാണ് എന്നതിന്റെ മേലിൽ ഇവിടെ ലഫ്ള് അറിയിക്കുക. ആ മന്ദൂഖിയുടെ മേൽ അറിയിച്ച ആ ലഫ്ള് അറിയിക്കല് എന്തുകൊണ്ടാണ്? ബിൽ മഅന, മഅന കൊണ്ടാണ്. എങ്ങനത്തെ മഅന? അൽ മുഅബ്ബരി അൻഹു. ഇവിടെ ഇബാറത്തിടപ്പെട്ടതായിരിക്കുന്ന ഒരു മഅനുണ്ട്. ആ ഒരു മഅന കൊണ്ടാണ് പറയപ്പെട്ടതല്ലാത്ത ഹുക്കുമിന് എതിരുള്ളതിന്റെ മേൽ അറിയിക്കുന്നത് മഅന കൊണ്ടാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാ? ബിൽ ആഖിലി, ആഖില് കൊണ്ടാ തീരുമാനിക്കുന്നത്. വഹുവ, ആ മഅന എന്താണ് നോക്കുക. അന്നോ, നിശ്ചയമായിട്ടും കാര്യം, ലൗലം യംവിൽ മദ്കൂറു, ഇവിടെ ഈ പറയപ്പെട്ടത് ഇല്ലാതെയാക്കിയിട്ടില്ലെങ്കിൽ, അൽ ഹുക്മ അമ്മ അദാഹു, പറയപ്പെടാത്തതിനെ തൊട്ടുള്ള വിധിയെ ഈ പറയപ്പെടുന്നത് ഇല്ലാതെയാക്കിയിട്ടില്ല എങ്കിൽ,
ലം യകുല്ലി ദിക്രിഹി, ഇവിടെ ഈ ഹുക്മിന് ലം യകുല്ലി ദിക്രിഹി എന്നാൽ ഇവിടെ ഈ പറയപ്പെട്ടത് ഇല്ല, ഫായിദത്തുൻ ഒരു ഫായിദയില്ലല്ലോ, ഇതാണ് മായന. അവിടെ പറയപ്പെട്ടത് ഒന്നുണ്ട്, ഇവിടെ പറയപ്പെട്ടൊരു ഹുക്കുമുണ്ട്. ഇവിടെ ആ ഹുക്കുമ് എന്താക്കുന്നുണ്ട്, പറയപ്പെടാത്തതിന്റെ പിന്നെ ഇവിടെ പറയപ്പെടാത്ത ഒന്നുണ്ട്, ആ പറയപ്പെടാത്ത ഒന്നിനെ തൊട്ട് ഇവിടെ നഫി ചെയ്യണം. അങ്ങനെ ചെയ്യണില്ല എങ്കിൽ ഇതുകൊണ്ട് ഫായിദല്ലല്ലോ, ഇതാണ് മായന. ഈ മായന ആര് തീരുമാനിക്കുന്നു? അഖല് തീരുമാനിക്കുന്നു. ഇങ്ങനെ അഖല് പ്രകാരമായിട്ടാണ് ഇവിടെ മന്ദൂഖിയായ ആ ഹുക്മിന്റെ മേലിൽ അറിയിക്കുന്ന ആ ലഫ്ള് എന്താകുന്നു, ഉമൂമാണ് എന്നുള്ളത് അഖല് തീരുമാനിക്കുന്നു എന്നാ പറഞ്ഞത്. ഏതുപോലെ കമാബി ഹദീസ് സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിൽ ഉള്ള ഹദീസ്, ആ ഹദീസിലുള്ളത് പോലെ. എന്താ ബുഖാരി മുസ്ലിമിലുള്ള ഹദീസ്? മുത്തിലുൽ വനിയി ളുൽമുന്ന, മുത്തിലുൽ വനിയി, മുത്തിലുൽ വനിയി ളുൽമുന്ന, കടം വീട്ടാൻ കഴിവുണ്ടായിരിക്കെ കടം വീട്ടാതെ നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ള ലുൽമാണ്. ഇതൊരു മന്ദൂഖിയായ ഒരു മായന, ഇതൊരു ഹുക്കുമാണ്. ഇവിടെ പറയപ്പെട്ട ഹുക്കുമ ലുൽമാണെന്ന് പറഞ്ഞു. ഇതിന്റെ മേൽ അറിയിക്കുന്ന ഈ ലഫ്ള് ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിനെ നേരെ മഫ്ഹൂം മുഖാലഫയുണ്ട്. ആ മഫ്ഹൂം മുഖാലഫയെ ഈ ലഫ്ള് ആമാക്കുന്നു, ഉൾപ്പെടുത്തുന്നു എന്ന് തീരുമാനിക്കുന്നത് അഖിലാണ് എന്നാ പറഞ്ഞത്. അതെങ്ങനെ? ബി ഖിലാഫി മുദില്ലി ഗൈരിഹി, ഇവിടെ പറയപ്പെട്ടതിന്റെ വിധി ലുൽമാണ് എന്നാണ്. ഇനി പറയപ്പെടാത്തത് സാധുവാണ്, ആ സാധു അങ്ങനെ നീട്ടിക്കൊടുത്താൽ അതെന്തല്ല, ലുൽമല്ല എന്ന് വരണം. അത് അഖില് തീരുമാനിക്കും. ബി ഖിലാഫി മുദില്ലി ഗൈരിഹി, മറ്റൊരാൾ അതായത് വനിയ അല്ലാത്ത ഒരാൾ നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരായിട്ട് ലുൽമല്ല. അപ്പൊ ആ വിഷയം ഇവിടെ തീർന്നു. അഖിൽപരമായിട്ട് വരുന്നതും ഉർഫുപരമായിട്ട് വരുന്നതും ലഫ്ള് ആമാകുന്ന വിഷയം കഴിഞ്ഞു. ഇനി നമുക്കിവിടെ തർക്കങ്ങൾ പറഞ്ഞല്ലോ. വൽ ഖിലാഫു, അഭിപ്രായമാകുന്നത്, ഈ അന്നഹു നിശ്ചയമായിട്ടും അത് എന്ന് പറഞ്ഞാൽ അയൽ മഫ്ഹൂമ മുത്ലഖൻ, മഫ്ഹൂം മുവാഫഖയായാലും വേണ്ടില്ല, മഫ്ഹൂം മുഖാലഫയായാലും വേണ്ടില്ല, മുത്ലഖൻ നിൽക്കുള്ള മഫ്ഹൂമ്, ആ മഫ്ഹൂമ് ലാ ഉമൂമ ലഹു, അതിന് ഉമൂമില്ല, മഫ്ഹൂമിന് ഉമൂമില്ല എന്നുള്ളതിൽ വന്ന ഖിലാഫ് ലഫ്ളിയുൻ, അത് ലഫ്ളിയായ ഖിലാഫാണ്, മാനവിയല്ല. അപ്പൊ മഫ്ഹൂമിന് ഉമൂമില്ല എന്നതിൽ ഖിലാഫ് വന്നിട്ടുണ്ട്. ആ ഖിലാഫ് ലഫ്ളിയാണ്. ലഫ്ളിയാണെന്ന് പറഞ്ഞാൽ ആയിദുൻ ഇല ലഫ്ളി വതസ്നിയതി, ലഫ്ളിലേക്കും അങ്ങനെ പേര് വെക്കാൻ പറ്റോ ഇല്ലേ എന്നതിലേക്കും മടങ്ങുന്നതാണ്. അതായത് ഐ ഹൽ യുസമ്മ ആമൻ, അങ്ങനെ ഒരു ആമെന്ന് പറയാൻ പറ്റുമോ ലഫ്ളിന്, അല്ലെങ്കിൽ ഔല പറ്റൂലേ എന്നാണ്. എങ്ങനെയാണ് പറ്റുമോ പറ്റൂല വരിക? ബിനാഅൻ അല അന്നൽ ഉമൂമ, ഉമൂമ് എന്നുള്ളത് മിൻ അവാരിദിൽ അൽഫാദി വൽ മആനി, ലഫ്ളുകൾ മഅനകൾ ഇവകൾക്ക് ആരിലായി വരുന്നതിൽ പെട്ടതാണ് ഉമൂമ് എന്നതനുസരിച്ച് ഉമൂം എന്ന് പറഞ്ഞൂടെ? അല്ല അവിൽ അൽഫാദി ഫഖത്ത്, അല്ലെങ്കിൽ ലഫ്ളുകൾക്ക് മാത്രം ആരിലായി വരുന്നതിൽ പെട്ടതാണ് ഉമൂമ് എന്ന് വന്നാൽ പറയാൻ പറ്റൂലേ? ഇങ്ങനെയാണ് തർക്കം. അപ്പൊ അതാണ് ഖിലാഫ് ലഫ്ളിയാണ് എന്ന് പറയാൻ കാരണം. പിന്നെ അമ്മാമിൻ ജിഹത്തിൽ മായന, അപ്പൊ ലഫ്ള് നിൽക്കാണ് തർക്കം എന്ന് പറഞ്ഞു. അപ്പൊ മായന നിൽക്കോ? മായനയുടെ ഭാഗത്തിൽ കൂടെ മഫ്ഹൂം എന്താ? ഫഹുവ, അപ്പോൾ അത് ഷാമിലുൽ ലിജമീഇ സുവരി മാ അദൽ മദ്കൂർ, ഇവിടെ പറയപ്പെടാത്ത ഏതെല്ലാം രൂപങ്ങളുണ്ടോ ആ രൂപങ്ങൾ മുഴുവത്തിനെയും ആ മഫ്ഹൂം ഉൾപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ട്? ബിമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞത് കൊണ്ട്. അതെന്തിനാലാണ്? മിൻ ഉർഫിൻ, ഉർഫിനാൽ. വഇൻ സ്വാറ ബി, ആ ഉർഫ് കൊണ്ട് എന്തായെന്നറിയാമോ? മന്ദൂഖൻ, അത് മന്ദൂഖായി മാറി. അതായത് ഈ മഫ്ഹൂം ഉർഫ് കാരണം കൊണ്ട് മന്ദൂഖായി എന്ന് വെച്ചോ, മന്ദൂഖായാൽ പോലും ഉറുഫാണ് മുമ്പ് പറഞ്ഞത്, അതിനാലോ അല്ലെങ്കിൽ ഔ അഖിലിനാലോ ഇതാണ് പറയപ്പെട്ടത്. ഈ രീതിയിലൂടെ
പറയപ്പെടാത്ത ഏതെല്ലാം രൂപങ്ങളുണ്ടോ ആ രൂപങ്ങളെ മഅന എന്ന ഭാഗത്തിൽ കൂടെ നോക്കുമ്പോൾ മഫ്ഹൂമ് ഷാമിലാക്കും. ലഫ്ളിയായി നിലക്ക് നോക്കുമ്പോൾ ആകൂലെ ആകൂലെ എന്നതാണ് തർക്കം. അപ്പോൾ മഅന ഭാഗത്തിൽ കൂടെ തർക്കമില്ല. വൽ ഖിലാഫു ഫീ അന്നൽ ഫഹ്വ ബിൽ ഉർഫി വൽ ഖിലാഫ ഫീ അന്നൽ ഫഹ്വ ബിൽ ഉർഫി വൽ മുഖാലഫത ബിൽ അഖ്ലി തഖദ്ദമ. ഇനി ഫഹ്വ ഉർഫ് കൊണ്ടാണ്, പിന്നെ അഖിൽ കൊണ്ടുള്ള മുഖാലഫ, ഉർഫ് കൊണ്ട് ഫഹ്വ എന്നീ വിഷയത്തിലുള്ള അഭിപ്രായം തഖദ്ദമ അത് മുന്തിപ്പോയിട്ടുണ്ട്. അപ്പൊ ഫഹ്വ ഉർഫ് കൊണ്ടാണോ അഖിൽ കൊണ്ടാണോ മുഖാലഫ എന്നുള്ള കാര്യമൊക്കെ മുമ്പ് പോയിട്ടുണ്ട്. ഈ മബ്ഹസിൽ മഫ്ഹൂമി മഫ്ഹൂമിനെ പറ്റി ചർച്ച ചെയ്തിടത്ത് നബ്ബഹ മുസന്നിഫ് ഉണർത്തുന്നു ബിഹാദ ഈ പറഞ്ഞ അന്നൽ ഫഹ്വ ബിൽ ഉർഫി വൽ മുഖാലഫത ബിൽ അഖ്ലി തഖദ്ദമ എന്നതുകൊണ്ട് അല അന്നൽ മിസാലൈനി നിശ്ചയമായിട്ടും രണ്ട് ഉദാഹരണം, അതായത് ഒക്കെ മഫ്ഹൂമിൽ മുഖാലഫ പിന്നെ പറഞ്ഞത് കൽ ഫഹ്വ എന്ന് പറയുന്ന രണ്ട് ഉദാഹരണം ഉണ്ടല്ലോ. ഈ രണ്ട് ഉദാഹരണം അപ്പോ ഈ രണ്ട് ഉദാഹരണത്തിന്റെ മേലിൽ ഉണർത്തുന്നു അലാ ഖൗലിൻ ഒരു ഖൗലനുസരിച്ച് ഈ രണ്ട് ഉദാഹരണത്തിന്റെ മേലിൽ മുസന്നിഫ് അവറുകൾ ഈ പറഞ്ഞ ഫഹ്വ പിന്നെ ബിൽ ഉർഫി വൽ മുഖാലഫത ബിൽ അഖ്ലി തഖദ്ദമ എന്ന് പറഞ്ഞു ഉണർത്തി. എന്നാൽ ഒരു ഖൗലനുസരിച്ചാണ് ഇങ്ങനെ എന്നതാണ് ഇവിടെ ഉണർത്തുന്നത്. വലു കാല മുസന്നിഫ് പറഞ്ഞിരുന്നുവെങ്കിൽ ബദല ഹാദ ഫീ അന്നൽ ഫഹ്വ ബിൽ ഉർഫി വൽ മുഖാലഫത ബിൽ അഖ്ലി എന്ന് പറഞ്ഞതിന് പകരം, അതാണല്ലോ ഇതിന് പറഞ്ഞതാണ്, ഈ പറഞ്ഞതിന് പകരം മുസന്നിഫ് ഫീഹിമ ഈ ഫഹ്വയിലും മഫ്ഹൂം മുഖാലഫയിലും ഇത് രണ്ടിലും മുസന്നിഫ് പറഞ്ഞിരുന്നുവെങ്കിൽ അലാ ഖൗലിൻ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കമാ ഖുൽതു ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ ഇവിടെ മുസന്നിഫ് പറഞ്ഞു കൽ ഫഹ്വ, ഈ കൽ ഫഹ്വ എന്ന് പറഞ്ഞ് മുസന്നിഫ് മത്തിനെ പറഞ്ഞിട്ടുള്ളൂ, അതിന് ഞാൻ അലാ ഖൗലിൻ എന്ന് സറയിൽ കൊടുത്തല്ലോ. വക്ക മഫ്ഹൂമിൽ മുഖാലഫ എന്ന് മുസന്നിഫ് പറഞ്ഞു, അവിടെയും കൊടുത്തു അലാ ഖൗലിൻ. ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ മുസന്നിഫ് കൽ ഫഹ്വ വക്ക മഫ്ഹൂമിൽ മുഖാലഫ അലാ ഖൗലിൻ എന്ന് മുസന്നിഫ് പറയുമായിരുന്നെങ്കിൽ കാന അഖ്സറ വ ഔള ഏറ്റവും വ്യക്തമാവുകയും ഏറ്റവും ചുരുങ്ങുമായിരുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാകും എന്ത്, ഈ ഫഹ്വ ഉർഫ് കൊണ്ടാണ് എന്നതൊരു ഖൗലനുസരിച്ച് ഖിലാഫ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മഫ്ഹൂം മുഖാലഫ അലാ ഖൗലിൻ അഖ്ൽ പ്രകാരം എന്നൊരു ഖൗലാണ് അവിടെ ഖിലാഫ് എന്ന് ഞാൻ തിരിയും. നേരെ മറിച്ച് വൽ ഖിലാഫു ഫി അന്നൽ ഫഹ്വ ബിൽ ഉർഫി വൽ മുഖാലഫത ബിൽ അഖ്ലി എന്ന് പറഞ്ഞു കൊണ്ടുവരേണ്ട ഇബാറത്ത് നീട്ടിയടങ്ങാറാണ്ട് ആവശ്യമൊന്നുമില്ലായിരുന്നു എന്ന്. പിന്നെ ഇവിടെ പറയാനുള്ളത്, ഇനി സാരി ഇങ്ങനെ പറഞ്ഞ് റെഡിയാണെങ്കിലും നമുക്കൊന്ന് മുസന്നിഫിന്റെ ഭാഗത്തുനിന്ന് പറയാലോ. മുസന്നിഫ് ഇവിടെ കൽ ഫഹ്വ എന്ന് പറഞ്ഞിട്ട് അലാ ഖൗലി നിർത്തും, വക മഫ്ഹൂം മുഖാലഫ അലാ ഖൗലി നിർത്തും. ഇവിടെ നമുക്ക് തിരിയേണ്ടത് എന്നിട്ട് പിന്നെന്താണ് ഉർഫെന്ന് മുസന്നിഫ് പറഞ്ഞു ചെയ്തിട്ടുണ്ടോ. എന്നതിന് ശേഷം മുസന്നിഫ് ഇവിടെ പറഞ്ഞത് എന്താ, വൽ ഖിലാഫു ഫി അന്നഹു ലാ ഉമൂമ ലഹു ലഫ്ളിയ്യുൻ എന്നും പറഞ്ഞു പോയി. എന്നിട്ട് പിന്നെ മുസന്നിഫ് ഇവിടെ ഫഹ്വക്ക് ഖിലാഫുണ്ടോ മുഖാലഫക്ക് ഖിലാഫുണ്ടോ എന്നറിയണ്ടേ. അപ്പോൾ ഖിലാഫ് ഉണ്ട്. ആ മഫ്ഹൂം മുഖാലഫക്കുള്ളത് അഖ്ലി സംബന്ധമായിട്ടുള്ള ഖിലാഫ് അഖ്ലി പ്രകാരം അതൊരു ഖൗൽ പ്രകാരമാണെന്നും അതുപോലെ തന്നെ ഫഹ്വ ഉള്ളത് ഉർഫ് കൊണ്ടാണെന്നും അറിയിക്കലാണ് മുസന്നിഫിന്റെ ലക്ഷ്യം. അപ്പം അതിനെ വാക്കട പറഞ്ഞത് മാത്രം. എന്നാലും അങ്ങനെയൊക്കെയാണ് എങ്കിലും ഷാരി പറഞ്ഞ രീതി പോകാൻ എളുപ്പമായിരുന്നു. ഇനി ഇവിടെ നമുക്ക് തീരുമാനിക്കാനുള്ളത് മിഅ്യാറുൽ ഉമൂമി വ മിഅ്യാറുൽ ഉമൂമി, എന്നാൽ ഉമൂമിന്റെ മിഅ്യാർ മാറ്റുരക്കൽ എന്ന് പറഞ്ഞാൽ ഉമൂമ് തഹഖുഖാണ് എന്ന് അറിയിക്കാനുള്ള മാനദണ്ഡം എന്ത്, അത് അൽ ഇസ്തിസ്നാഉ ഇസ്തിസ്നയാണ്. ഇസ്തിസ്ന നടക്കുമ്പോൾ മനസ്സിലാക്കാം മുമ്പ് പറഞ്ഞ ഉമൂമാണ്. അപ്പൊ മുസ്തസ്ന മിൻ ഉമൂമാണ് തിരിയും. അതിന് ഇസ്തിസ്ന ചെയ്യുമ്പോൾ കുല്ലു മാ സഹൽ ഇസ്തിസ്നാഉ മിൻഹു
അപ്പോൾ ഏതൊന്നിൽ നിന്നാണോ ഇഷ്ടത്തിന് ശരിയാകുക എങ്കിൽ ആ ഒന്ന് മുഴുവനും. എന്തിനാലാണ് മിമ്മാലാഫിഹി, ആ മുസ്തസ്ന മിൻഹുവിനൊരു ഹസറില്ല, ആ നിലയിൽ വരുന്ന എല്ലാതും ഫഹുവ, അപ്പോൾ അത് ആമാണ്. ആമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ലിൽലുസൂമി തനാവുലിഹി, ഇവിടെ ആ മുസ്തസ്ന മിൻഹു ഉപയോഗം ലിൽ മുസ്തസ്ന, മുസ്തസ്നായ ഇസ്മിന് മുസ്തസ്ന മിൻഹു, മുസ്തസ്നായ ഇസ്മിനെ ഉൾപ്പെടുത്തൽ ലാസിമാണല്ലോ എന്ന് കാരണം കൊണ്ടാണ് മുസ്തസ്ന മിൻഹു ആമാകുന്നത്. വഖദ് സ്വഹൽ ഇസ്തിസ്നാഉ മിനൽ ജംഇൽ മുഅറഫ് വഗൈരിഹി, എത്തരത്തിൽ അലിഫിലാമ് കൊണ്ട് മാരിഫിയാക്കപ്പെട്ടതോ ഇലാഫത്തോട് മാരിഫിയാക്കപ്പെട്ടതോ ആയ ജംഇൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യൽ ശരിയായിട്ടുമുണ്ട്. വൈറെന്ന് പറയുമ്പോൾ മിമ്മാ തഖദ്ദമിനു സിയാഇ, പിന്നെ ആമിനെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏതെല്ലാം സീഗകളുണ്ടോ അത്തരം സീഗകളിൽ നിന്നെല്ലാം ഇസ്തിസ്ന ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിയാണ്. ഉദാഹരണം, നൗജാ അർറിജാലു ഇല്ലാ സൈദൻ, പുരുഷന്മാരൊക്കെ വന്നു എന്ന് പറഞ്ഞു, അതിന് ഇസ്തിസ്ന ചെയ്ത് സൈദിന് ഒഴികെയെന്ന്. ഇവിടെ അർറിജാലു എന്ന് പറയുന്ന അലിഫിലാമ് കൊണ്ട് മാരിഫയാക്കപ്പെട്ട ജമ്മാണ്, അത് ഉമൂമാണെന്ന് മനസ്സിലായത് എന്തുകൊണ്ട്? അതിൽ നിന്ന് സൈദൻ എന്നതിന് ഇസ്തിസ്ന ചെയ്തു. അപ്പൊ ഈ സൈദിനെ കൂടി ഉൾപ്പെടുത്തുന്നതാണല്ലോ റിജാല്, അപ്പൊ അതുകൊണ്ട് റിജാൽ എന്നുള്ള എന്തായി? ആ ജമ്മ് ആമാണ് തിരിഞ്ഞു. വമൻ നഫൽ ഉമൂമ ഫീഹ, ഈ മുമ്പ് പറഞ്ഞ സീഗകളിൽ നിന്ന് ഉമൂമ ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആള് ഇസ്തിസ്ന വരുന്നുണ്ടല്ലോ, എന്നാ യജ്അലു ആ അൽ ഇസ്തിസ്നാ മിൻഹ, അത്തരം സീഗകളിൽ നിന്നുള്ള ഇസ്തിസ്നയെ ഈ ഉമൂമ ഇല്ല എന്ന് പറയുന്ന ആള് ആക്കും. എന്താക്കും? ഖരീനത്തൻ അലൽ ഉമൂമി, ഉമൂമിന്റെ മേൽ ഖരീനത്താണല്ലോ ഇസ്തിസ്ന എന്ന്. നമ്മൾ പറഞ്ഞ ഇസ്തിസ്ന പറ്റിയാൽ ഉമൂമി എന്നാ, ഇവര് പറയുന്നത് ഉമൂമല്ല, ഇത് ഉമൂമാണെന്ന് അറിഞ്ഞത് എന്തുകൊണ്ടാണ്? അതിനുള്ള തെളിവ് ഇസ്തിസ്നയാണ് എന്നാണ്. വലം യസീക്കൽ ഇസ്തിസ്നാഉ മിനൽ ജംഇൽ മുനക്കരി, എന്നാൽ എക്രയാക്കപ്പെട്ട ഇസ്മിൽ നിന്ന് എന്തായിട്ടുമില്ല, ഇസ്തിസ്ന ശരിയായതുമില്ല. ഇല്ല അൻ തഖസ്സസ, ആ നെക്കരയാക്കപ്പെട്ട ജംഇ അത് തഖ്സീസാവുക എന്നതല്ലാതെ, തഖ്സീസ് ഉണ്ടെങ്കിൽ എന്നതൊഴിച്ച് അത് എന്തില്ല, ഇസ്തിസ്ന നടക്കൂല. അങ്ങനെ തഖ്സീസ് ഉണ്ടെങ്കിൽ ഫീഹ, അല്ലെങ്കിൽ ഇല്ല ഇൻ തഖസ്സസ, മുമ്പ് പറഞ്ഞ സീവകളിൽ എന്താണ് തഖ്സീസുകൾ ഉണ്ടായാലൊഴികെ അത്തരം സീവകളിൽ നിന്ന് തഖ്സീസ് ഉണ്ടെങ്കിലോ ഫയഉമ്മു ഫീഹ, എന്നാ പിന്നെ ആ സീവകളിൽ ആമ ഉണ്ടാകും. യതഖസ്സസു ബിഹി, എങ്ങനത്തെ ആമ? ഈ ആമ കൊണ്ട് എന്താക്കുന്നറിയാമോ? അല്ലെങ്കിൽ ഈ ആമ എന്താ? യതഖസ്സസു, ആ ആമ തഖ്സീസാബിയ ഒന്നുകൊണ്ട്. ഏതൊന്നുകൊണ്ടാണ് തഖ്സീസാക്കിയതെങ്കിൽ ആ തഖ്സീസ് കൊണ്ട് ഈ ആമ തഖ്സീസാവും. അപ്പൊ തഖ്സീസാക്കപ്പെട്ട ആമ എന്ന് പറയാം, അല്ല ഇസ്തിസ്ന ചെയ്തിട്ടല്ല. ലൗ ഖാമ റിജാലുൻ കാനൂ ഫീ ദാരിക ഇല്ലാ സൈദൻ മിൻഹും പറഞ്ഞു, പുരുഷന്മാരൊക്കെ നിന്നു, അവരെല്ലാവരും നിന്റെ വീട്ടിലുണ്ടായിരുന്നു, അവരൊക്കെ നിന്നു, സൈദ് ഒഴികേതാ. ഇവിടെ ഇല്ലാ സൈദൻ എന്ന് പറയുന്നത് ഇസ്തിസ്ന നെക്രയാക്കപ്പെട്ട ഇസ്മ റിജാല്. ആ റിജാൽ എന്ന് പറയുന്ന നെക്രയാക്കപ്പെട്ട ഇസ്മിന് ഇപ്പൊ എന്തില്ല, ഇസ്തിസ്ന നടക്കുന്നില്ല. പിന്നെ അവിടെ തഖ്സീസേ ഉള്ളൂ. ഏതാ തഖ്സീസ്? ഇല്ലാ സൈദൻ, അത് ഇല്ല കൊണ്ട് സൈദിനെ തഖ്സീസാക്കി. ആ റിജാലിൽ നിന്ന് സൈദിനെ പുറത്തിയാടിച്ച് സൈദിനെ തഖ്സീസാക്കിയപ്പോ റിജാലിൻ എന്നുള്ളത് ആമായി, അപ്പൊ തഖ്സീസ് കിട്ടിയതായ ആമി. ഇങ്ങനെയാണ്. കമാ നഖലഹുൽ മുസന്നിഫു അനിൻ നുഹാത്തി, നഹ്വിയെ തൊട്ട് അങ്ങനെ മുസന്നിഫ് ഉദ്ധരിച്ചതുപോലെ. ഇനി വയസിഖു ജാഅ റിജാലുൻ, റിജാല് വന്നു ഇല്ലാ സൈദുൻ എന്നും പറയാം. റഫ് കൊടുത്തിട്ട് പറയാം, റിജാലൊക്കെ വന്നു സൈദ് ഒഴികെയുള്ള റിജാല്. അതെന്താ റഫ് കൊടുത്തത്? അല അന്ന ഇല്ല, നിശ്ചയമായിട്ടും ഇല്ല എന്നുള്ളത് ഇസ്തിസ്നാന്റെ അറഫല്ല, തഖ്സീസിന്റെ അറഫുമല്ല. പിന്നെ എന്താണ്? സിഫത്താണ്. ഈ മായന വൈറിന്റെ മായനാക്ക് വരുന്ന ഇല്ലയാണത്. അപ്പൊ ഇല്ല ഇസ്മാവും. അപ്പൊ എന്തായി? ജാഅ റിജാലുൻ, പുരുഷന്മാരൊക്കെ വന്നു, ഇല്ല സൈദുൻ, സൈദ് ഒഴികെയുള്ളതായ, അപ്പൊ സിഫത്താണ്. ആ സിഫത്തോട് തഖ്സീസാക്കി കിട്ടി.
എന്നാലും ഇസ്തിസ്നയല്ല. കമാ ഫീ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത എന്ന് പറയും പോലെ ലൗ കാന ഫീഹിമാ ആകാശഭൂമികളിൽ ഒരു ഇലാഹ് ഉണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്തതായി ഇലാഹ് ഉണ്ടെങ്കിൽ അവിടെ ഇല്ലല്ലാഹു എന്ന് റബ്ബുർത്ത് പറഞ്ഞില്ലേ സിഫത്തല്ലേ. ഇതുപോലെ ആലിഹത്തുൻ എന്ന് പറയുന്ന നെക്കിറായ ഇസ്മിനും ഇസ്തിസ്നയില്ല, അവിടെ തഖ്സീസ് സിഫത്ത് കൊണ്ടാക്കി ഇങ്ങനെ വരാം, അപ്പൊ ആമുണ്ടാവും. അല്ലെങ്കിൽ ഇല്ല കൊണ്ട് തഖ്സീസിന്റെ അദാത്താക്കി വെച്ചാൽ അപ്പൊ എന്താകും, ആലിഹത്തും വിചാരമൊക്കെ ആമാവും. അല്ലാതെ ഇസ്തിസ്ന നടന്നു എന്നതുകൊണ്ടല്ല. ഇങ്ങനെ പോകുന്നു. നെക്കിറയാക്കപ്പെട്ട ഇസ്മിൽ ഇസ്തിസ്ന ഇല്ല എന്നും, ഇസ്തിസ്ന ഇല്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവിടെ ഖരീലത്ത് വന്ന ഇസ്തിസ്ന ഖരീലത്താണ് എന്നും, ആമാണെന്ന് ഖരീലത്ത് തഖ്സീസ് ഉണ്ടെങ്കിൽ ഖരീലിനെ എന്താക്കാം, ആമാക്കാം എന്നൊക്കെ പറയുന്നത്. വല്ലസഹു അന്നൽ ജംഅൽ മുനക്കറ ബിൽ ഇസ്ബാത്തി. ഇനി നമുക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. നെക്കിറയാക്കപ്പെട്ട ജമ്മ് എന്താണ്? മുസ്ബത്തിൽ നഫിയുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നഫിയുടെ സിയാത്തിൽ നെക്കിറ വന്നാൽ ഉമൂമാണെന്ന് പറഞ്ഞല്ലോ. ഇനി മുസ്ബത്തിന്റെ വേക്കിൽ നെക്കിറയാക്കപ്പെട്ട ജമ്മ് വന്നാൽ എന്തായിരിക്കും? അത് ആണ് ഇനി ചർച്ച. ഇൻഷാ അല്ലാഹ് നാളെ തുടരാം. ഒന്ന് തൗഫീഖ് ചെയ്യട്ടെ.